ഇറാനിലെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുന്നു. ഖമൈനിയും കൂട്ടരും, അതായത് അദ്ദേഹത്തിൻ്റെ ക്ലർജീസ്, വളരെ സീനിയറായിട്ടുള്ള ആധ്യാത്മിക വലയം, IRGCയുടെ സീനിയർ ഓഫീസേഴ്സ്, ജുഡീഷ്യൽ ഓഫീസേഴ്സ്, പിന്നെ അവരുടെ ലോബിയിങ് ചെയ്യുന്ന വലിയ ഷിയ ഭരണകൂടത്തിൻ്റെ ആൾക്കാർ ഉൾപ്പെടെ ഏകദേശം 300-400ഓളം പേർക്ക് ഫ്രാൻസിൻ്റെ വിസ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും അവർ ഇറാനിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഫ്രാൻസിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ താക്കീത് തന്നെയാണ്. അമേരിക്ക പറഞ്ഞു ലോക്ക്ഡ് ആൻഡ് ലോഡഡ്. ആ വാക്കിന് അർത്ഥമുണ്ട്. അതായത് പ്രതിഷേധക്കാരെ ഫയർ ചെയ്യുകയാണെങ്കിൽ, വെടിവെക്കുകയാണെങ്കിൽ അമേരിക്ക ഇടപെടും. അതിൻ്റെ കൃത്യമായ നിർദ്ദേശം ട്രംപ് കൊടുത്തു. ഈ സംഭവങ്ങൾ അവിടെ ഈ പ്രതിഷേധക്കാരുടെ ഇടയിലുണ്ടായി. അതേപോലെ തന്നെ ഗവൺമെന്റിനും ഈ IRGC അവർക്കും മനസ്സിലായി വീണ്ടും ഇടപെടും, ഇസ്രായേൽ വീണ്ടും അറ്റാക്ക് ചെയ്യും. അതോടുകൂടി എന്നേക്കുമായി ഷിയ അവരുടെ ആധ്യാത്മിക സാധനം ഇല്ലാതാകും. കാരണം നേരത്തെ ഒരു പ്രാവശ്യം അയാളെ കൊല്ലാൻ പോയ സമയത്ത് അമേരിക്കയാണ് വീറ്റോ ചെയ്തത്. രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഏകദേശം 3-4 വലിയ സിറ്റികൾ, ഇവിടെ IRGCയുടെ വലിയ പ്രസൻസ് ഉണ്ടായിരുന്നു, അവിടെയുള്ള പോലീസ്, ഇത് മുഴുവന്, അതായത് നിങ്ങളത് സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഇതൊക്കെ ശരിക്കും വരുന്നുണ്ട്, അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും. പ്രതിഷേധക്കാര് ഈ സിറ്റികളെല്ലാം ക്യാപ്ചർ ചെയ്തു. ഇനി അവർ ടെഹ്റാനിലോട്ട് കയറി പലയിടത്തും, ടെഹ്റാന്റെ പല ഭാഗത്തും പ്രതിഷേധക്കാരുടെ കയ്യിലാണ്. കാരണം പോലീസ് വെടിവെക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞു പ്രതിഷേധക്കാരെ പോലീസ് വെടിവെക്കരുത്. ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്തു അവരുടെ ഫെയിലിയറാണ്, എക്കോണമി ഫെയിലിയറാണ്, അൺഎംപ്ലോയ്മെന്റ്, ആഹാരമില്ല, അതില്ല, ഇതില്ല, കുടിക്കാനുള്ള വെള്ളമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഒരു സിസ്റ്റം, ഒരു രാജ്യം. അത് മനസ്സിലാക്കണം. ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, പഴയ മലയാളികളൊക്കെ പോയിക്കൊണ്ടിരുന്ന പേർഷ്യ, അത് ഡീറെയിലായിപ്പോയി. ഷിയ ഇസ്ലാമിക ഭരണത്തിന്റെ അവസാന നാളുകളാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു സംഭവം, നേരത്തെ അവിടെ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ പറയുന്ന അതേപോലെ തന്നെ പല ആൾക്കാരെ എക്സിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണാധികാരി മസൂദ് പശഷ്കാൻ, അദ്ദേഹം ഒരു മോഡറേറ്റ് ആണ്. മറ്റുണ്ടായത് ഇബ്രാഹിം റൈസി, അങ്ങനെയുള്ള ആളുകളെ പോലെ ആയിരുന്നില്ല. പക്ഷേ ആ ഭരണത്തിന്റെ കംപ്ലീറ്റ് കടിഞ്ഞാണെന്ന് പറയുന്നത് ഷിയ ആധ്യാത്മിക നേതാവ് അലി ഖമൈനിയുടെ കയ്യിലാണ്. പക്ഷെ എന്താണ് ഇപ്രാവശ്യം മാസ അമ്മൈനി, ആ ഇഷ്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഏകദേശം 500ഓളം പേരാണ് വെടിവെൽപ്പിലും മറ്റൊരു രീതിയിൽ കൊല്ലപ്പെടുന്നത്. ഇപ്രാവശ്യം ഏകദേശം 26 മുതൽ 35ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികം അനൗദ്യോഗിക റിപ്പോർട്ട്. ഇപ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി. ഇറാനിയൻ ടെലിവിഷൻ പ്രതിഷേധക്കാരെ പലയിടത്തും കാണിച്ചു. പ്രതിഷേധം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരു പ്രത്യേകതയുണ്ട്. നേരത്തെ പ്രതിഷേധം നടക്കുമ്പോൾ ഖമൈനി അഡ്മിനിസ്ട്രേഷനെ അനുകൂലിച്ച് അവിടെ ഈ ഹിജാബും ഈ ചാക്കൊക്കെ ഇഷ്ടം പെണ്ണുങ്ങളും ആണുങ്ങളും ഈ ഷിയ ആൾക്കാർ തെരുവിൽ വരുമായിരുന്നു. ഇപ്രാവശ്യം അത് കണ്ടില്ല. അതായത് വലിയൊരു വിഭാഗം ജനങ്ങളും ഒന്നടങ്കമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക. അതാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം. അതാണ് 37 പ്രൊവിൻസിലോട്ട് ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് വ്യാപിക്കുന്നത്. സ്റ്റുഡൻസ് ഉണ്ട്, മർച്ചൻസ് ഉണ്ട്, സാധാരണക്കാരനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരനുണ്ട്, വക്കീലന്മാരുണ്ട്, എല്ലാവരും ഉള്ളൊരു പ്രക്ഷോഭം. കാരണം ആ രാജ്യം തകർന്ന തരിപ്പണമായി, പ്രത്യേകിച്ച് മതവിഭാഗത്തിന്റെ ഭരണമൊക്കെ. ഇതുകൊണ്ടാണ് ഈ മതം ഭരിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യം കുട്ടിച്ചോറാകുമെന്നുള്ള പ്രധാന തെളിവാണിത്.
മറ്റൊരു ഗ്ലോബലായിട്ടുള്ള സംഭവം, പൊട്ടൻഷ്യലായിട്ടുള്ള സംഭവമുണ്ട്. എങ്ങനെയാണ് അമേരിക്ക വെനീസില് അതിൻ്റെ പ്രസിഡന്റിനെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത്? അത് ലോകം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എങ്ങനെയാണ് സിറിയ ആസാദ് ബസാർ ആസാദ്, അയാളെ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ നാട് കടത്തപ്പെട്ടത്? ഇതെല്ലാം നടന്നു. ഇതെല്ലാം ഈ സമയത്ത് തന്നെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇവിടുത്തെ അതായത് ഇറാനിലെ അതിന് പ്രത്യേകതയുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 12-13% പുതിയതായിട്ട് വന്ന കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും പ്രധാനം. കാരണം ഇവർ സമരത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ അവരെ അങ്ങ് സപ്പോർട്ടീവായിട്ട് ആൾക്കാരും പുതിയ ജനറേഷനും കയറി എന്ന് വരികയാണ്. ഇതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നേരത്തെ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ഈ സ്പിരിച്വൽ ലീഡേഴ്സ്, അതായത് അവിടെ ലോക്കലായിട്ടുള്ള ഷിയ ലീഡേഴ്സ് വന്ന് അവർ ഈ സമരക്കാരോടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടൊക്കെ വെടിവെപ്പിച്ച് പട്ടാളത്തിൽ ഇറങ്ങിയിട്ട് അടിച്ചു ഓടിക്കുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് നടന്നില്ല. കാരണം ഈ പറയുന്നവരുടെ ക്രിസ്ത്യൻ അതിൻ്റെ പെനട്രേഷനാണ് ഇതിൻ്റെ അകത്തൊരു കാരണമായിട്ട് പറയുന്നത്. കാരണം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തടുക്കാൻ തുടങ്ങി. കാരണം അവിടെ നല്ലൊരു ശതമാനം ആൾക്കാരും ഷിയെന്ന് വിട്ട് ഒരു പ്രോ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡിലോട്ട് പോയി. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതേപോലെ തന്നെ ഇസ്രായേലി സ്പൈ, അതായത് ചാരന്മാര് അവിടെ എല്ലായിടത്തും വളരെ 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 ശക്തമായ പെനട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രക്ഷോഭം പെട്ടെന്ന് മോബിലൈസ് ചെയ്ത് ഒരു സ്പൊറാഡിക്കായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. എക്സ്പ്ലോഡ് ചെയ്യാൻ ഒരു കാരണം ഇസ്രായേലിന്റെ സ്പൈസ്, അതായത് ചാരന്മാരുടെ പ്രവൃത്തിയാണ്. കാരണം അവരിത് മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ഭാഗത്തായിട്ട് അവരും കൂടെ പെനട്രേറ്റ് ചെയ്തു. ഗ്ലോബലായിട്ട് അമേരിക്കൻ സപ്പോർട്ടും കിട്ടി. അവിടുത്തെ പോലീസും ബ്യൂറോക്രസിയും അവിടുത്തെ പട്ടാളം പ്രക്ഷോഭത്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഈ ഫയർ ചെയ്ത് വെടിവെക്കുവാനൊക്കെ വലിയ പാടാണ്. പിന്നെ അതുണ്ടെങ്കിൽ തന്നെയും മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടും കയറി പെട്ടെന്ന്. കാരണം ഇറാനിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റവും മറ്റുള്ള സിസ്റ്റങ്ങൾ ഇതെല്ലാം നാശമായി. അവരുടെ പട്ടാളത്തിന് അങ്ങനെയുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നത് കഴിഞ്ഞ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വാറിൽ അത് പ്രൂവ് ചെയ്തു. കാരണം അവർ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ, അവർക്ക് ഈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതേപോലെ തന്നെ ഇറാനിയൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ, അതായത് ഇസ്ലാമിക് റവല്യൂഷന് മുമ്പ് അതിന് വലിയ പ്രാധാന്യമുണ്ട്. പിന്നീടാണ് ഈ ഗൾഫിലെ മറ്റുള്ള സൗദി ആണെങ്കിലും UAE ഒക്കെ ആണെങ്കിലും മെയിൻ സ്ട്രീമിലോട്ട് വരുന്നത്. കാരണം അവരുടെ എക്കോണമി, അഗ്രികൾച്ചർ, കുടിവെള്ളം, ഈ സാധനങ്ങൾ മുഴുവനും ഈ ഇസ്ലാമിക ഷിയ ഭരണം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നാശക്കോടാലിയായിപ്പോയി. പിന്നീട് ഡിജിറ്റലായിട്ട് വന്ന സംഭവം അവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇന്റർനെറ്റ് ഒന്നും ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ വളരെ നേരത്തെ തന്നെ വലിയൊരു ഭാഗം, ഒരു 10-15% ഈ എലോൺ മസ്കിന്റെ ആ സിസ്റ്റം കൊണ്ടുവച്ചിട്ടുണ്ട്. എലോൺ മസ്ക് ആ സിസ്റ്റം അതിന്റെ ബീം ഓണായി കൊടുത്തു. എല്ലാം ഇല്ലീഗലാണ് സംഭവം. അതിൽ നിന്നാണ് ഈ സാധനങ്ങൾ മുഴുവനും ലോകത്ത് അറിയുന്നത്. അത് ഗവൺമെന്റിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അതിന്റെ പ്രധാന കാരണം. ഇത് ലോകത്ത് മുഴുവനും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇറാനിയൻ മീഡിയ എത്രമാത്രം ഒതുക്കിയാലും ലോകം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. എന്നാണ് ഹമാസ് ഇവരെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു, ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തു ഇസ്രായേൽ എന്താണ് ഇനി ഇറാനിൽ സംഭവിക്കുന്നത്. അതേപോലെയാണ് പോകുന്നത്. ഇറാന്റെ, അതായത് ഷിയ ഭരണകൂടവും അതേപോലെ തന്നെ മത രീതിയിലുള്ള ഭരണവും ആ ഭരണകർത്താക്കളെല്ലാം അവിടെ വിടാനുള്ള പരിപാടിയാണ്. കാരണം അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല. ആ രീതിയിലാക്കി. കാരണം ഈ പ്രക്ഷോഭകാരികൾ അത് മുഴുവൻ കയ്യാണ്. അതേസമയം തന്നെ നിങ്ങൾ നോക്കണം, സൈമൾട്ടേനിയസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന റസ പലവി ഷാ, അയാൾ അമേരിക്കയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് എന്ന് ഇവിടെ ലാൻഡ് ചെയ്യണം. അറിയാൻ സാധിക്കുന്ന, ചില മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന, അയാൾ ഇത്രയും അവിടുന്ന് പോയ ശേഷം അയാൾ പിന്നെ കാനഡയിലും മറ്റുള്ള പിന്നീട് അമേരിക്കയിലായിരുന്നു. അയാൾ ഏകദേശം അയാളുടെ കുടുംബത്തിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അയാളുടെ കമ്മ്യൂണിറ്റിയിലെ പകുതിയിൽ മുക്കാൽ വലിയൊരു ശതമാനം അവർ ക്രിസ്ത്യനാണ്, അവർ ഷിയ അല്ല അധികവും. കാരണം അവർ കൺവേർട്ട് ആയിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ തിരിച്ച്
ഈ പറയുന്ന ആൾക്കാർ പഴയ ഇറാനിൽ അവിടുത്തെ ഭരണാധികാരി മൊറാക്കയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സെക്കുലർ രാജ്യമായിട്ടൊക്കെ മാറും. അതായത് അമേരിക്കയുടെ കൈപ്പിടിയിലായി മാറും. ഇതിൻ്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതിൻ്റെ യാതൊരു ബെനിഫിറ്റും ഇല്ലാതായപ്പോൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കൺട്രോളിലായിരിക്കും ഇറാൻ വരാൻ പോകുന്ന ദിവസങ്ങൾ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ്. ഏകദേശം ഒരു കാര്യം കൃത്യമായി, ഷിയ ഭരണകൂടം ഇല്ലാതാകും. അവിടെയുള്ള പട്ടാള മേധാവികളെല്ലാം അവിടെ കുടുംബത്തെ ഉൾപ്പെടെ അവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആലോചിച്ച് നോക്കുക, ഇത്രയും നാൾ രാജാവായിട്ടൊക്കെ കഴിഞ്ഞ കക്ഷികളാണ് എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. കാരണം ആ രീതിയിലുള്ള ക്രൂരതയാണ് അവരുടെ ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിലും പോലീസ് ആണെങ്കിലും അവരുടെ പട്ടാളമാണെങ്കിലും ഷിയയുടെ മതഭ്രാന്തന്മാരത് ഭരിച്ചതിനെ കുറവാക്കിയത്. അതിൻ്റെ തിരിച്ചടിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി സ്വന്തമായിട്ട് ഭരിക്കാൻ സാധിക്കത്തില്ല. അതിനെല്ലാം ഡേയ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ പ്രധാന ഘടകം. അതിന് ഏറ്റവും ക്ലാസിക് തെളിവാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചു വരാനുള്ള ദിവസം സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ ഒന്നാകെ ഇളകിയിട്ടുണ്ട്. ആ ഇളക്കത്തിൻ്റെ അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയിലും ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നു. അതിൻ്റെ തെളിവുകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഇന്റർനാഷണൽ മീഡിയയിൽ ഇത് വളരെ കൃത്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ തെറിക്കാൻ ഷിയ ഭരണകൂടം തെറിക്കാൻ പോവുകയാണ്. IRGC ഏറ്റവും ആൾക്കാരെ ലോകത്ത് കൊന്ന പട്ടാളക്കാർ, അവരും കാരണം മോഡേൺ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സാധാരണക്കാരനെയും പ്രൊട്ടസ്റ്റ് ചെയ്തവനെ കൊന്ന ഒരു പട്ടാളം അവരും ഇല്ലാതാകാൻ പട്ടാളം തന്നെ 2-3 പീസായി പോകുന്നു. പല സിറ്റികളെ ഇവരുടെ കൺട്രോളിലല്ല. ഈ രീതിയാണ് ലോകത്ത് ഏത് ഡിക്റ്റേറ്റർ ഭരിച്ചാലും അവൻ്റെ അവസാനം ഈ രീതിയിൽ പോകുന്ന ഏറ്റവും ക്ലാസിക് തെളിവാണ് ഇറാനിയൻ ഭരണകൂടത്തിന് സംഭവിച്ചത്.